നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. പ്രചരണ കോലാഹലങ്ങളുടെ ആവേശ കൊടുമുടിയേറിയ ചേലക്കര ചരിത്രത്തിലെ ആദ്യ ഉപതെരഞ്ഞെടുപ്പിന് പോളിംഗ് ബൂത്തിൽ 2,13,103 വോട്ടർമാർ ജനമനം രേഖപ്പെടുത്തും. വനിതാ വോട്ടർമാരുടെ മനം കവരുന്നവർ നിയമസഭയിലെത്തും. 1,11,197 പേർ വനിതകൾ. പുരുഷ വോട്ടർമാരുടെ എണ്ണം 1,01,903. ട്രാൻസ്ജെൻഡർമാർ 3 പേർ. 10,143 പേർ ആദ്യമായി ചൂണ്ടുവിരലിൽ മഷി പുരട്ടും. 6 സ്ഥാനാർത്ഥികളിൽ പോളിംഗ് മെഷീനിൽ പ്രഥമ സ്ഥാനത്ത് UR പ്രദീപ്, 2ാം സ്ഥാനം കെ ബാലകൃഷ്ണന്, 3ാം സ്ഥാനത്ത് രമ്യ ഹരിദാസ്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ അന്തിമ വിജയ പ്രതീക്ഷയിൽ മുന്നണി സ്ഥാനാർത്ഥികളും പ്രവർത്തകരും. ചേലക്കര വള്ളത്തോൾ നഗറിൽ കാറിൽ കടത്തുകയായിരുന്ന 19,70,000 രൂപ വാഹന പരിശോധനയ്ക്കിടെ കണ്ടെത്തി. കൊളപ്പുള്ളി സ്വദേശിയ വ്യവസായിയുടെ വീട്ടിൽ നടന്ന പരിശോധനയിൽ 5 ലക്ഷം രൂപയും പിടിച്ചെടുത്തു. വാഹനത്തിൽ നിന്നാണ് 19,70,000 രൂപ കണ്ടെത്തിയത്. വീട് നിർമ്മാണത്തിന്റെ ഭാഗമായി എറണാകുളത്തേക്ക് ടൈലടിക്കാൻ പോകുകയായിരുന്നു എന്ന് വ്യാപാരി. രേഖകൾ ഹാജരാക്കാൻ കാലതാമസം നേരിട്ടത് വിവാദമായി. കള്ളപ്പണമെന്ന് കോൺഗ്രസ് CPM-ന് നൽകാൻ എത്തിച്ചതെന്ന് ആരോപണം. BJP മൗനത്തിൽ. ചേലക്കരയിൽ CPM നേതാക്കൾ തമ്പടിച്ചതായി ആരോപിച്ച് TN പ്രതാപൻ പരാതി നൽകി. ചേലക്കരയുടെ വിധി നിർണയിക്കാനുള്ള സാമഗ്രികൾ പോളിംഗ് ബൂത്തുകളിലെത്തി. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിതരണം. GPS ഘടിപ്പിച്ച പ്രത്യേക വാഹനങ്ങളിൽ സാമഗ്രികൾ കൈപ്പറ്റിയ ഉദ്യോഗസ്ഥരെ ബൂത്തുകളിലെത്തിച്ചു. ബുധനാഴ്ച കാലത്ത് 7 മുതൽ വൈകിട്ട് 6 വരെ പോളിംഗ്. അംഗീകൃത തിരിച്ചറിയൽ രേഖ നിർബന്ധം. തിരഞ്ഞെടുപ്പ് തലേന്ന് ചേലക്കരയിൽ നാടകീയ സംഭവ വികാസങ്ങൾ സൃഷ്ടിച്ച് PV അൻവർ MLA, MP രാധാകൃഷ്ണനും മന്ത്രി PA മുഹമ്മദ് റിയാസിനുമെതിരെ വാർത്താ സമ്മേളനം നടത്തി അതിരൂക്ഷ വിമർശനം. അരമന ഹോട്ടലിലെ വാർത്താ സമ്മേളനത്തിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെ തടസ്സപ്പെടുത്തൽ. ഉദ്യോഗസ്ഥരെ ശകാരിച്ച് അൻവർ. കോടതി കയറ്റുമെന്ന് ഭീഷണി. മടങ്ങിയ ഉദ്യോഗസ്ഥർ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മാധ്യമങ്ങളോട്. പോരാട്ടം തുടരുമെന്ന് അൻവർ. കേച്ചേരിയിൽ ജ്വല്ലറിയിൽ പട്ടാപകൽ വൻ കവർച്ച. മോതിരം ആവശ്യപ്പെട്ടെത്തിയ 2 ഇതര സംസ്ഥാനക്കാർ ചേർന്ന് കൊള്ളയടിച്ചത് 8 പവൻ സ്വർണ്ണാഭരണങ്ങൾ. കവർന്നത് ഏലസുകളും കമ്മലുകളും. CCTV ക്യാമറയിൽ മോഷണ ദൃശ്യങ്ങൾ പുറത്ത്. വടക്കാഞ്ചേരി റോഡിലെ പേൾ ജ്വല്ലറിയിലാണ് കവർച്ച. അന്വേഷണം ആരംഭിച്ചതായി പോലീസ്. സീറോ മലബാർ സഭയുടെ അതിസമ്പന്നമായ അജഗണ പരിപാലന രംഗത്തേക്ക് ഡീക്കൻ അജോ പുത്തൂക്കരയും. മുണ്ടൂർ പരിശുദ്ധ കർമ്മല മാതാ ദേവാലയത്തിൽ ഭക്തി നിറലഹരിയിൽ ശുശ്രൂഷ, പൗരോഹിത്യ സ്വീകരണം. പ്രഥമ ദിവ്യബലി അർപ്പണവും നടന്നു. തൃശൂർ അതിരൂപതാധ്യക്ഷന്മാർ ആൻഡ്രൂസ് താഴത്തെ കാർമ്മികനായി. ഇടവകാതിർത്തിയായ മനപ്പടിയിൽ നിന്ന് ബിഷപ്പിനും ഡീക്കനും ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയിൽ വരവേൽപ്പ്. പ്രഥമ ദിവ്യബലി അർപ്പണത്തിൽ പങ്കെടുക്കാൻ വൻ ജനാവലിയെത്തി. സംസ്ഥാനത്ത് പനി പടർന്നു പിടിക്കുന്നു. പനിക്കിടക്കയിലേക്ക് വീണ്ടും കേരളം. ഏതു പനിയും പകർച്ചപ്പനിയാകാൻ സാധ്യതയുള്ളതിനാൽ സ്വയം ചികിത്സിക്കരുതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ ഡെങ്കിപ്പനി, എലിപ്പനിക്കെതിരെ ജാഗ്രത വേണമെന്നും മന്ത്രി. സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്നു. വളപ്പാട് എടമുട്ടം സെന്ററിനു സമീപം സ്വകാര്യ ബസ്സും കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം. കാർ യാത്രികന് ദാരുണാന്ത്യം. മലപ്പുറം സ്വദേശി 23-കാരൻ ശരൺ കൃഷ്ണയാണ് ദുരന്തത്തിനിരയായത്. ഗുരുവായൂരിലേക്ക് പോയിരുന്ന ബസ്സാണ് അപകടം വിതച്ചത്. സർക്കാർ മദ്യവിൽപ്പനശാലകൾക്ക് മുന്നിൽ അലമ്പ് കാണിച്ചാൽ ഇനി നല്ല തല്ല് കിട്ടും.
ബിവറേജ് കോർപ്പറേഷനിലെ വനിതാ ജീവനക്കാർക്ക് സ്വയം പ്രതിരോധത്തിന് പരിശീലനം നൽകും. ജനമൈത്രി പോലീസ് വിഭാഗത്തിന്റെ കീഴിലുള്ള വിമൻസ് സെൽഫ് ഡിഫൻസ് ടീമാണ് പരിശീലനം നൽകുന്നത്. നാല് വോട്ടിന് വേണ്ടി കോൺഗ്രസ് ജാതി രാഷ്ട്രീയം കളിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജാതി ബോധമല്ല, രാഷ്ട്രീയ ബോധമുള്ളവരാണ് കേരളത്തിലെ വോട്ടർമാർ. ചേലക്കരയിൽ UR പ്രദീപ് മിന്നും വിജയം നേടും. പാലക്കാട് വിജയകുതിപ്പ് നടത്തുമെന്നും കേരളം LDFന് അനുകൂലമാണെന്നും ഗോവിന്ദൻ.